ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്പോട്ട് അഡ്മിഷൻ നാളെയാണ്, സെപ്റ്റംബർ 9-ാം തീയതിയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ചോദിക്കുകയുണ്ടായി. സോ ഇൻ കേസ് അവസാന സമയത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. നാളെ സ്പോട്ട് അഡ്മിഷൻ സെൻട്രലൈസ്ഡ് ആണ്. അത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ടാകും. നിങ്ങൾ ഈ ഡോക്യുമെന്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇറക്കിയതാണ്. അപ്പോൾ നാളെ പ്രധാനമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ എന്ന് പറയുന്നത് അവിടെ വീണ്ടും ഫീസ് അടയ്ക്കണമെന്നാണ്. അതെ, സ്പോട്ട് അഡ്മിഷന് വീണ്ടും ഫീസ് അടയ്ക്കണം. പക്ഷേ അവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിഇയിൽ അടയ്ക്കുന്ന ആ തുക റീഫണ്ട് ചെയ്യും എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി സ്പോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് നിലവിലുള്ളത് ക്യാൻസൽ ആകും. അതായത് ഇപ്പോൾ ഏതെങ്കിലും സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്നവരായിരിക്കും. സ്പോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മാറേണ്ടി വരും. കാരണം ഒരാളുടെ അവസരമാണ് നിങ്ങൾ അത് നേടിയെടുക്കുന്നത്. സ്പോട്ടിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന സീറ്റ് എന്ന് പറയുന്നത്. ഇനി അവിടെ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ ഉൾപ്പെടെ വയ്ക്കണം. ഇതുവരെ ഞാൻ കീം പോലും എഴുതിയിട്ടില്ല, എനിക്ക് സ്പോട്ടിൽ പങ്കെടുക്കാമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. സാധ്യമല്ല. നിലവിലെ കീം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട, അതായത് ഒരു കാൻഡിഡേറ്റ്, കീം കാൻഡിഡേറ്റ്, ആ ലിസ്റ്റിലുള്ളവർക്ക് മാത്രമാണ്, ആ ഒരു വാലിഡ് റാങ്കിലുള്ളവർക്ക് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ഒക്കെ ഞാൻ കീം പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയി, അതൊക്കെ പുതുതായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതും സാധ്യമല്ല. കീം കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾ നിലവിൽ വന്ന, അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള റിസർവേഷൻ ആയിക്കോട്ടെ, മൈനോറിറ്റി ആയിക്കോട്ടെ, അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ സ്പോട്ട് അഡ്മിഷനും സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷനും ഇത്തരത്തിലുള്ള വേക്കൻസികളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അവിടെ ഹാജരാവുന്നവരുടെ റാങ്കിന്റെയും മറ്റ് നിലവിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള റിസർവേഷന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആ വേക്കൻസി ഫില്ലിംഗ് പോലെ അലോട്ട്മെന്റുകൾ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് മാറേണ്ടി വരും കിട്ടുകയാണെങ്കിൽ. അതുപോലെ എന്താണ് കോമൺ ആയിട്ട് ഒരുപാട് ഡൗട്ടുകൾ ഇങ്ങനെ ചോദിക്കാൻ, ലൈക്ക് വിദ്യാർത്ഥികൾ ഇൻസ്റ്റാഗ്രാം വഴിയും നമ്മുടെ യൂട്യൂബ് കമന്റ് വഴിയും ഒക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഓവറോൾ ഞാൻ ഇപ്പോൾ ഓർത്തെടുത്ത് പറയാൻ സാധിക്കുന്നത് മാത്രമാണ്, ഞാൻ ഇത്തരം ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട നിരവധി ഡൗട്ടുകൾ വരുന്നുണ്ട്. സോ ഇൻ കേസ് ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെസിഫിക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. നാളെ നിങ്ങളുടെ സ്പോട്ട് അഡ്മിഷൻ ടൈമിന് മുമ്പാകെ തന്നെ അതിൻ്റെ എൻക്വയറീസിന് ഡൗട്ട് ക്ലിയറൻസ് എന്ന പോലെ റിപ്ലൈ തരാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എന്താ ചെയ്യുക, സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ.